Hello students, welcome to this channel. So we are going to discuss a new topic, Laplace transform. So നേരത്തെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ അതായത് തേർഡ് മൊഡ്യൂളായ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം, അതായത് S2 B.Techകാരുടെ ഫോർത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇപ്പം നമുക്ക് ശരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം റെഡ്യൂസസ് ദ പ്രോബ്ലം ഓഫ് സോൾവിങ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു ആൻ ഓൾജിബ്രായിക് പ്രോബ്ലം. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ, അതായത് സാധാരണ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഓൾജിബ്രായിക് പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ദ വേർഡ് ഈസ് ട്രാൻസ്ഫോം. ട്രാൻസ്ഫോം എന്ന വേർഡ് ഇവിടെ നമുക്ക് ഒരുപാട് യൂസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അത് ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോംസ് ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ട്രാൻസ്ഫോം ആണെങ്കിലും, ഒരു പ്രോബ്ലത്തിൽ ഏതൊരു ട്രാൻസ്ഫോം ആണെങ്കിലും ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് മോർ ഈസിലി. നമുക്കിവിടെ മോർ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് ടൈം ബൗണ്ടഡ് ഫങ്ഷൻസിനെ എല്ലാം നമുക്ക് ഫ്രീക്വൻസി ബൗണ്ടഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി. എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. Laplace transform, it reduces the problem of solving a differential equation to an algebraic problem. ഇത് കൂടുതലും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡ്രൈവിംഗ് ഫോഴ്സ് അങ്ങനത്തെ ഇതിലാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് എ കോംപ്ലിക്കേറ്റഡ് പീരിയോഡിക് ഫങ്ഷൻസ്, മെയിൻലി നമ്മുടെ സൈൻ ഫങ്ഷൻസ്, കോസ് ഫങ്ഷൻസ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെല്ലാം ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഡു ദ കാൽക്കുലേഷൻസ് വെരി ഈസിലി. അത് മാത്രമല്ല ഇവിടെയും നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെയും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിനും വരുന്നുണ്ട്. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിനെ എല്ലാം നമുക്ക് അതിൽ നിന്ന് ജനറൽ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ബേസിക്സ് എല്ലാം പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഫോർമുലാസ്, കുറേ ഫോർമുലാസ് പഠിക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. ദെൻ വി ആർ ലേണിംഗ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിക്കുന്നുണ്ട്, അത് രണ്ടാമത്തെ സെക്ഷനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുലാസും നമുക്ക് പഠിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ചെയ്യാനുണ്ട്. അതും എന്താണ്, ജനറൽ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് ഹോമോജീനിയസും വരുന്നുണ്ട്, നോൺ ഹോമോജീനിയസ് ടൈപ്പ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഇവിടെ ഡിഫൈൻ ചെയ്യുവാണ്. അതിൽ ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ വി കൺസിഡർ എഫ് ഓഫ് ടി സച്ച് ദാറ്റ് വെർ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നമ്മുടെ ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻ ടു ഈ ഫംഗ്ഷൻ, ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ എന്താണോ അതിവിടെ എഫ് ഓഫ് ടി ഡി ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു സം അനദർ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആയിരിക്കും വരുന്നത്. എഫ് ഓഫ് എസ് എന്നോ ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് സം അനദർ ഫംഗ്ഷൻ ഫൈ ഓഫ് എസ് എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇതിൽ നമ്മുടെ ടൈം ബൗണ്ടഡ് ഫംഗ്ഷൻ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. ടൈം ബൗണ്ടഡ് ഫംഗ്ഷൻ അവസാനം ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു മീഡിയേറ്റർ കാൽക്കുലേഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് മേക്സ് ദ കാൽക്കുലേഷൻ വെരി ഈസിയർ ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോംസ് ടു അനദർ ഫംഗ്ഷൻ ദാറ്റ് ഇസ് നോൺ എസ് ദ ഫ്രീക്വൻസി ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് നമുക്കിവിടെ വരുന്നത്. എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് എഫ് ഓഫ് എസ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫംഗ്ഷൻസിനെ എല്ലാം നമുക്ക് എന്താണ് എസ് എന്ന പാരാമീറ്ററിലാണ് നമുക്കിവിടെ കിട്ടുന്നത്.
ഇനി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ എസ്സിലൊരു അതായത് ഫ്രീക്വൻസി ബൗണ്ടഡ് ഫങ്ഷൻസ് തരുമ്പോൾ ടൈം ബൗണ്ടഡ് ഫങ്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ആയ സം എലമെൻ്ററി ഫങ്ഷൻസ് ഇതിനകത്ത് കുറച്ച് വരുന്നുണ്ട്, അതും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എലമെൻ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല എപ്പോഴും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ്. സോ ഫസ്റ്റ് നമുക്ക് എലമെൻ്ററി ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എൽ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1/s where s is greater than 0. ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ഓഫ് ഇതിന് പകരം നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടിക്ക് പകരം എന്താണ് 1. സോ നമ്മുടെ എഫ് ഇൻ ദ പ്ലേസ് ഓഫ് എഫ് ഓഫ് ടി നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം 1 ആയിട്ട്. സോ ദ ആൻസർ ഇസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 ഇൻറ്റു ഡി ടി. നൗ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലാസ് നിങ്ങൾ ഇവിടെ പഠിക്കണം. ഇ റൈസ് ടു എം എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് എം എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ ഫോർമുല ഇ റൈസ് ടു മൈനസ് എം എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എം. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് over the limit from 0 to infinity. ഇനി നമുക്ക് ഇതിൽ എന്താണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? അതായത് ഫസ്റ്റ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. സോ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു നമ്മൾ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട്? ടിക്കാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തത്. അപ്പോൾ ടിക്കാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് മൈനസ് ദ ലോവർ ലിമിറ്റ്, that is e raised to 0 divided by minus s. ഇനി നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, e raised to 0 എന്ന് പറഞ്ഞാൽ the value is equal to 1 and e raised to minus infinity means the value is equal to 0. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0 by minus s equal minus e raised to 0 is 1 by minus s. അപ്പോൾ plus 1 by s. So 0 by any value is equal to 0. So that your answer is 1 by s where s should be greater than 0. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്? L of 1 is equal to 1 by s എന്ന് കിട്ടി, where s is greater than 0 എന്ന് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ വെയർ എസ് ഇസ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? വി നോ ദാറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു we know that L of f of t equal to integral 0 to infinity e raised to minus st f of t dt. ഇനി f of t ക്ക് പകരം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? e raised to at. So L of e raised to at is equal to integral 0 to infinity e raised to minus st into f of t ക്ക് പകരം e raised to at ഇട്ട് കൊടുക്കാം, e raised to at dt. So that is ഈക്വൽ ടു നമുക്കിപ്പോൾ ഇവിടെ നോക്കൂ, ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റൈസ് ടു എ ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പരിചയമുള്ള ഒരു ഫോർമുലയാണ്. ഇ റൈസ് ടു എം ഇൻറ്റു ഇ റൈസ് ടു എൻ എന്നാണ് തരുന്നതെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എം പ്ലസ് എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇതെങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി എന്നെഴുതാമല്ലോ. ഇതിനെ ഇനി ഇതിൽ നിന്ന് ഒരു മൈനസ് സൈൻ ഞാൻ പുറത്തെടുത്തിട്ട് ടിയും കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണ്. സോ ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് എടുക്കുവാണ്. ഇ റൈസ് ടു മൈനസ് എസ് മൈനസ് എ ഇൻറ്റു ടി എന്ന് എടുക്കുവാണ്. സോ ഇനി ഇതിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി.
What is integration of this function? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ this is equal to e raised to minus of s minus a into dt എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ടിക്കാണ് ഇൻ്റഗ്രേഷൻ, അതായത് s മൈനസ് എ എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റൻറ്റ്. s മൈനസ് എ ഇസ് കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് ഇവിടെ e raised to minus of s minus a into t ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് s മൈനസ് a. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ integral of e raised to mx dx means it is equal to e raised to mx divided by m എന്നുള്ളതാണ്. അപ്പോൾ e raised to minus of s minus a into t divided by minus of s minus a over the limit from 0 to infinity. ഇപ്പോൾ നമുക്ക് minus of 1 by s minus a നമുക്ക് പുറത്ത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് e raised to minus of s minus a into ടിക്ക് പകരം എന്താണ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു 0. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മൈനസ് ഓഫ് 1 ബൈ എസ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റൈസ് ടു 0. സോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. വാട്ട് ഇസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? ഇറ്റ് ഇസ് 0 and e raised to 0 equal to 1. So 0 minus 1 equal to minus 1. So minus into minus becomes plus 1 by s minus a. This is true when s is greater than a. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഒരു കണ്ടീഷൻ നമുക്കിവിടെ കിട്ടി. അതായത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ ഇനി ഒരു കണ്ടീഷൻ കൂടി ഞാൻ പറയാം. എൽ ഓഫ് സപ്പോസ് ഇ റൈസ് ടു മൈനസ് എ ടി എന്നാണ് തരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ഇ റൈസ് ടു എ ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ മൈനസ് എ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് എ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത് ആൻസർ? ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് പറയാം. വാട്ട് വിൽ ബി ദ ആൻസർ? യു ക്യാൻ ഗെസ് ദ ആൻസർ ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എസ് മൈനസ് ഓഫ് മൈനസ്. ദാറ്റ് മീൻസ് എസ് പ്ലസ് എ ദർ ഓൾസോ എസ് ഇസ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ ആൻഡ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് എ. ഇത് ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്ത ഫോർമുല നോക്കാം. The next formula is L of t raised to n is equal to n factorial divided by s raised to n plus 1. Now the next property is L of f of t equal to 1 by s square. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാവുന്നുള്ള ഫോർമുല L of f of t equal to എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus s t f of t dt. അപ്പോൾ ഇതിലേക്ക് നമുക്ക് f of tക്ക് പകരം ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് t ആണ്. സോ L of t is equal to, instead of f of t substitute t, integral 0 to infinity e raised to minus st into t into dt. Now I am replacing ഇതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതുവാണ്. അതായത് t into e raised to minus st dt എന്ന് എഴുതുവാണ്. Now നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഫോർമുല. അതായത് ഇൻ്റഗ്രൽ ഓഫ് u into dv is equal to uv minus ഇൻ്റഗ്രൽ v into du. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അതായത് ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇൻ്റഗ്രൽ ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി. സോ ദാറ്റ് മീൻസ് യു ക്യാൻ റൈറ്റ് ലെറ്റ് യു ഈക്വൽ ടു, നമുക്ക് യു ഈക്വൽ ടു ടി എന്നെടുക്കാം. ഡി വി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. Now what is du? ഈ ഫംഗ്ഷന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അതായത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ du ഇസ് ഈക്വൽ ടു, അതായത് du ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ du ഈക്വൽ ടു ഡി ടി മാത്രം. ഇനി ഈ ഫംഗ്ഷന്, അതായത് ഈ ഒരു ഫംഗ്ഷൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്താണ്? v ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി യു. അപ്പോൾ യു ഇൻറ്റു വി, അതായത് നമുക്കിവിടെ ആൻസർ എന്താണ്?
t into v value is e raised to minus st divided by minus s over the limit 0 to infinity minus integral 0 to infinity v into du. What is v? v ആവുമ്പോൾ du is dt. അപ്പോൾ v is e raised to minus st divided by minus s into dt. ഇനി നമുക്ക് ഈ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? ഈ ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? 0 ആൻഡ് അപ്പർ ലോവർ ലിമിറ്റ് നമുക്ക് 0 ഇടുമ്പോൾ ടി 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടേമിൽ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ ആൻസർ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. സോ ആൻസർ 0. ഇവിടെ ലോവർ ലിമിറ്റ് ഇടുമ്പോൾ ടി 0, അപ്പോൾ അതും ആൻസർ 0. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ് 1/s കോൺസ്റ്റൻറ്റ് അതങ്ങ് പുറത്തെടുക്കുക ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി dt that is equal to 1/s into e raised to minus st integration എന്താണ്? e raised to minus st divided by minus s over the limit 0 to infinity. And that is equal to minus 1/s square into upper limit substitute ചെയ്യുമ്പോൾ e raised to minus infinity minus e raised to 0, that is minus 1/s square into this value is 0 minus 1 equal to answer 1/s square. So that is here s is greater than 0. എപ്പോഴും s പോസിറ്റീവ് ആയിരിക്കണം, s greater than 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എൽ ഓഫ് ടി ഈക്വൽ ടു 1/s സ്ക്വയർ എന്ന ഫംഗ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് ഇനി അടുത്തത് അതായത് അടുത്ത പ്രൂഫിലോട്ട് ഈ ഒരു പ്രൂഫ് നമുക്ക് വേണം. എൽ ഓഫ് ടി എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക എൽ ഓഫ് ടി റൈസ് ടു 1 ഈക്വൽ ടു 1/s സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്ത് അടുത്ത പ്രൂഫ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൂഫ് എന്ന് പറയുന്നത് എൽ ഓഫ് ടി ഈക്വൽ ടു 1/s square. Now the next one is L of t raised to n. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് we have to prove that n factorial divided by s raised to n plus 1. So that is L of t raised to n ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ 0 to infinity e raised to minus st t raised to n f of tക്ക് പകരം t raised to n into dt. Now I am rearranging the terms. അതായത് t raised to n into e raised to minus st dt. അതേ ഫോർമുല നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത അതേ ഫോർമുല തന്നെയാണ്. അവിടെ u ഈക്വൽ ടു ടി എടുത്തു, ഇവിടെ u ഈക്വൽ ടു ടി റൈസ് ടു n. സോ ദെയർഫോർ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിരിക്കും? ഡി യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ടി റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഡി യു ഈക്വൽ ടു എന്താണ്? എൻ ഇൻറ്റു ടി റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി ടി. നൗ ദ നെക്സ്റ്റ് ടേം ഇസ് ഡി വി. ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. നൗ ഇതിനെ നമുക്ക് രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻ്റഗ്രേഷൻ എന്താണ്? ഇ റൈസ് to minus st divided by minus s. ഇപ്പോൾ നമ്മുടെ ഫോർമുല ഈ ഫോർമുലയിലോട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u ഇൻറ്റു വി മൈനസ് ഇൻ്റഗ്രൽ വി ഇൻറ്റു ഡി യു എന്ന് എടുക്കുക. അപ്പോൾ u ഇൻറ്റു വി, യു എന്ന് പറയുന്നത് ടി റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. യു ഇൻറ്റു വി ദാറ്റ് ഇസ് ടി റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഓവർ ദ ലിമിറ്റ് 0 to infinity ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് st divided by minus s into n into du എന്താണ്? ഈ ആൻസർ n into t raised to n minus 1 into dt. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആൻസർ എന്താണ്? 0 മൈനസ് 0. ഇനി ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം n ഉണ്ട്, ഒരു മൈനസ് s ഉണ്ട്, അതങ്ങ് പുറത്തെടുക്കുക. അപ്പോൾ പ്ലസ് n ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into t
t raised to n minus 1 into dt. That is equal to n by s into integral 0 to infinity. You can rewrite this as t raised to n minus 1 into e raised to minus st dt. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ ടി റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി, ഇവിടെ വരുമ്പോൾ ടി റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ടി റൈസ് ടു എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടിയെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എൻ ബൈ എസ് ഇൻറ്റു നമുക്ക് എന്താ വന്നത്, ടി റൈസ് ടു എന്നിന് എൻ ബൈ എസ് വന്നു ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇവിടെ 1 കുറഞ്ഞു, അപ്പോൾ ടി റൈസ് ടു എൻ മൈനസ് 1 ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി വന്നു. അപ്പോൾ ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യാൻ പോവാണ്. ഇതിന് ഇനി കാൽക്കുലേഷൻ ചെയ്താൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് അടുത്ത ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. അതായത് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ്, ഇത് എൽ ഓഫ് ടി റൈസ് ടു എൻ ആണെങ്കിൽ അപ്പോൾ ഇതെന്തായിരിക്കും, ഈ ടേം എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എൻ ബൈ എസ് ഇൻറ്റു നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് 1 അല്ലേ. അപ്പോൾ ടി റൈസ് ടു എൽ ഓഫ് ടി റൈസ് ടു എൻ ഈക്വൽ ടു എൻ ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് എൻ ബൈ എസ് ഇൻറ്റു അടുത്ത ടേം എൻ മൈനസ് 1 ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് 2 ആയിരിക്കും അല്ലേ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്, എൻ ഇൻറ്റു എൻ മൈനസ് 1 ബൈ ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു അടുത്ത ടേം എന്ന് പറയുന്നത് എൻ മൈനസ് 2 ആണ്. അപ്പോൾ എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് 3. അങ്ങനെ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് എൻ ആദ്യം എൽ ഓഫ് ടി റൈസ് ടു എൻ, എന്നിട്ട് ടി റൈസ് ടു എൻ മൈനസ് 1, ടി റൈസ് ടു എൻ മൈനസ് 2, ദെൻ ടി റൈസ് ടു എൻ മൈനസ് 3. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ടേമിനെ ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതാം. ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ, ന്യൂമറേറ്ററിൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു അങ്ങനെ കുറയുവാണ്. അപ്പോൾ അടുത്ത ടേം എൻ മൈനസ് 3 ആയിരിക്കും. അങ്ങനെ കുറഞ്ഞു വരുന്ന ടേം എന്തായിരിക്കും, 3 ഇൻറ്റു 2 ഇൻറ്റു എന്ന് വരുന്നുണ്ട്, 3 ഇൻറ്റു 2 ഇൻറ്റു. അപ്പോൾ ടി റൈസ് ടു നമുക്ക് ടി റൈസ് ടു എത്ര വരെ വരും, ടി റൈസ് ടു 0 വരെ നമുക്ക് ടേം വരും. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് എത്ര ടേംസ് വരുന്നുണ്ട്, എസ് ഇൻറ്റു എസ് ഇൻറ്റു എസ് ഇൻറ്റു എക്സെട്ര അപ് ടു എസ് വരെ വരുന്നുണ്ട്. ഇനി എൽ ഓഫ് ടി റൈസ് ടു 1 എൽ ഓഫ് ടി റൈസ് ടു 0 അല്ല, എൽ ഓഫ് ടി റൈസ് ടു 1 എന്ന ടേം വരെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. So then we will be getting like this, t raised to 1 വരെ നമുക്ക് വരും. അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 എൽ ഓഫ് ടി 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം എൽ ഓഫ് ടി റൈസ് ടു 1 ആയിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് അറിയാവുന്നുള്ളത് എൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ടി റൈസ് ടു 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് വിൽ ബി ഗെറ്റിംഗ് ദിസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 into n minus 2 into etc. up to n 3 into 2 into by s into etc. up to s into ഇവിടെ നമുക്ക് വരുന്നത് എൽ ഓഫ് ടി ഇസ് 1 ബൈ എസ് എന്ന ടേം വരുന്നുണ്ട്. അപ്പം ന്യൂമറേറ്ററിൽ നമുക്ക് വരുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എൻ മൈനസ് 3 ഇൻറ്റു അറ്റ് ലാസ്റ്റ് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ടേംസ് വരുന്നുണ്ട്, എത്ര പ്രാവശ്യം വരുന്നുണ്ട് ഇവിടെ ടേംസ്, എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2, 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഡിനോമിനേറ്ററിൽ ഇത് ഇത്രയും ടേംസ് എന്ന് പറയുന്നത് എൻ ടൈംസ് ആണ്. ഇത് എൻ ടൈംസ്, അപ്പോൾ ഇത് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് എസ് ഇൻറ്റു എക്സെട്ര അപ് ടു എസ്. ഇത് ഹൗ മെനി ടൈംസ്, എസ് അതായത് എൻ പ്ലസ് 1 ടൈംസ് ആണ് നമുക്ക് വരുന്നത്. So you can rewrite this as, we know that this is equal to n into 1 into 2 into 3 into etc. up to n വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, it is n factorial divided by s raised to n plus 1 times ആയതുകൊണ്ട് s raised to n plus 1 is the answer. So therefore നമുക്ക് ഇവിടെ കിട്ടുന്ന സൊല്യൂഷൻ എൽ ഓഫ്
t raised to n is equal to n factorial divided by s raised to n plus 1. അപ്പോൾ ഇതിൽ നമുക്കറിയാം L of t equal to n equal to 1 ഇട്ട് നോക്കിക്കേ. n equal to 1 ഇടുമ്പോൾ L of t raised to 1 equal to 1 factorial by s raised to 1 plus 1, that is 1 by s square. കറക്റ്റായിട്ട് L of t equal to 1 by s square വരുന്നുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ടേം n equal to 2 ഇട്ട് നോക്കുക. അപ്പോൾ L of t square equal to 2 factorial divided by s raised to 2 plus 1, that is 2 factorial divided by s raised to 3. ഇനി n equal to 3 ഇട്ട് നോക്കാം. ദാറ്റ് ഇസ് L of t raised to 3 equal to 3 factorial divided by s raised to 3 plus 1 equal to 3 factorial divided by s raised to 4 etc. അങ്ങനെ L of t raised to n equal to n factorial by s raised to n plus 1. The next property is L of sin at equal to a by s square plus a square. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്കറിയാവുന്ന ഫോർമുലയിൽ തന്നെ നമ്മൾ ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. L of sin at ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st by sin at dt. ഇങ്ങനത്തെ ഫങ്ഷൻസ് വരുമ്പോൾ e raised to ax into sin ax അല്ലെങ്കിൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ വന്നാൽ അതിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ഫോറിയർ സീരീസിൽ പഠിച്ചിട്ടുണ്ടാവും ആ ഫോർമുല. ഇൻ്റഗ്രൽ ഓഫ് e raised to ax into sin bx dx, that is equal to e raised to ax by a square plus b square. e raised to ax into sin bx dx is equal to e raised to ax by a square plus b square into a sin bx minus b cos bx. ഇവിടെ നമുക്ക് എക്ക് പകരം a ഈക്വൽ ടു എന്താണ് മൈനസ് എസ് തന്നിട്ടുണ്ട്, b ഈക്വൽ ടു എ തന്നിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് നമുക്ക് ഈ ഫോർമുല എങ്ങനെ എഴുതാം? അതായത് ലിമിറ്റിൽ നമുക്ക് ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യണം, അത് ഏറ്റവും അവസാനം. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ചിട്ട് ഡയറക്റ്റ്ലി വേറെ കാൽക്കുലേഷൻ ഒന്നും തന്നെ വേണ്ട. ഇവിടെ യു ഡി വി ഇൻ്റഗ്രേഷൻ അതൊന്നും വേണ്ട. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ into a cos b a sin bx. What is a? Minus s into sin bx. That means sin a x ന് പകരം നമുക്കിവിടെ t ആണ്. sin a t minus s into sin a t minus b value. b is a into cos b t. Sorry, cos b t അല്ല, cos a t over the limit 0 to ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ അപ്പർ ലിമിറ്റ്, നമുക്കിവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം, അതായത് ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ അതിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ദാറ്റ് ഇസ് 0, ആൻഡ് ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 എന്ന ലിമിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം ഇവിടെ 0 ആണ്. അതായത് വെൻ യു അപ്ലൈ the upper limit, this term e raised to minus st becomes 0 minus again apply the lower limit, that is e raised to 0 divided by s square plus a square into we are applying 0 for t. നമ്മൾ tക്കാണ് അപ്ലൈ ചെയ്യുന്നത്. മൈനസ് എസ് ഇൻറ്റു സൈൻ 0 മൈനസ് എ ഇൻറ്റു കോസ് 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 0 വാല്യൂ ഇസ് 0 ആൻഡ് കോസ് 0 വാല്യൂ ഇസ് 1. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൈനസ് ഇ റൈസ് ടു 0 ഇസ് 1. So minus 1 by s square plus a square into 0 minus a വരുന്നുണ്ട്. Minus into minus becomes plus a. So plus a divided by s square plus a square. So we are getting L of sin 80 is equal to a divided by s square plus a square where s is greater than 0. Now ഇതേപോലെ സൈനിന് പകരം ഇനി കോസ് തന്നാലോ?
അപ്പോൾ എൽ ഓഫ് കോസ് എ ടി ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് എൽ ഓഫ് സൈൻ എ ടി ഈസ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇപ്പോൾ കോസ് എ ടിക്ക് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെയും നമ്മൾ അതേപോലെ വേറൊരു ഫോർമുല ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് എന്ന ഫോർമുല. അതായത് ഈ ഫോർമുലയ്ക്ക് പകരം നമുക്കിവിടെ എക്ക് പകരം എന്താണ് എ ഈക്വൽ ടു മൈനസ് എസും ആൻഡ് ബി ഈക്വൽ ടു എ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത് ആൻസർ? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്. എ ഇസ് മൈനസ് എസ് ഇൻറ്റു കോസ് ബി ടി. ബി ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് b, that is a into sin a t over the limit 0 to infinity. Now applying the upper limit ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus infinity is equal to 0. അപ്പോൾ ഫസ്റ്റ് ടേം ഫുള്ളും 0 ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട്. ഐ എം അപ്ലൈയിങ് ദ ആൻസർ ഡയറക്ട്ലി. സോ ഇറ്റ് ഇസ് 0 മൈനസ് ദ ലോവർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 0 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു മൈനസ് എസ് ഇൻറ്റു കോസ് 0 plus a into sin 0, so that we will be getting here cos 0 value is 1, sin 0 value 0. So നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു മൈനസ് എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വെയർ എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എൽ ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എൽ ഓഫ് സൈൻ എ ടി എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എൽ ഓഫ് കോസ് എ ടി ഈസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതെല്ലാം ഫോർമുലാസ് പോലെ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. The next one is L of sin HAT. Sin HAT എന്ന് പറയുന്നത് H എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. ഈ ഹൈപ്പർബോളിക് ഫങ്ഷൻസിന് സെപ്പറേറ്റ് ഫോർമുലയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2 എണ്ണം വരുന്നുണ്ട്. ആ 2 ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. സൈൻ HAT എന്ന് പറയുമ്പോൾ ഫോർമുല ഇ റൈസ് ടു എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2. ഈ സൈൻ എച്ച് എ ടിയുടെ ഫോർമുലയാണ്. ഇതേപോലെ കോസ് എച്ച് എ ടിക്ക് നമുക്ക് ഫോർമുലയുണ്ട്. ആ ഫോർമുല നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസും ചെയ്യാനുണ്ട്. സോ നിങ്ങളിത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. സോ എൽ ഓഫ് സൈൻ എച്ച് എ ടി ഈക്വൽ ടു എൽ ഓഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2. Now from this 1/2 കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. 1/2 ഇൻറ്റു L of the Laplace transform of e raised to at minus e raised to minus at എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at minus the Laplace transform of e raised to minus at. So that is equal to e raised to at. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. L of e raised to at ഈക്വൽ ടു എന്താണ് ഫോർമുല? നമ്മൾ പ്രൂവ് ചെയ്തു 1 by s minus a. L of e raised to minus at is 1 by s plus a. So ഈ ഒരു ഫോർമുല നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. So on applying what we get here, that is L of e raised to at is equal to 1 by s minus a, and L of e raised to minus at is equal to 1 by s plus a. അപ്പോൾ ഇവിടെ ആ ഫോർമുലാസ് നമുക്ക് അപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു 1 by s minus a മൈനസ് 1 by s plus a എന്ന ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? ദാറ്റ് ഇസ് 1/2 ഇൻറ്റു എസ് പ്ലസ് എ മൈനസ് ഓഫ് എസ് മൈനസ് എ the whole divided by s minus a into s plus a. That is equal to 1/2 into നമുക്കിവിടെ പ്ലസ് എ ഇവിടെ പ്ലസ് എ
മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ. അപ്പോൾ പ്ലസ് എസ് മൈനസ് എസ് ക്യാൻസൽ ആവുന്നുണ്ട്. 1/2 എ പ്ലസ് എ ഇസ് 2a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിൽ 2 ക്യാൻസൽ ആവുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരുന്നുണ്ട് ഫോർമുല. അപ്പോൾ ദെയർഫോർ നമുക്കിവിടെ കിട്ടുന്ന ഫോർമുല എൽ ഓഫ് സൈൻ എച്ച് എ ടി. സൈൻ എച്ച് denotes the hyperbolic function that is equal to a divided by s square minus a square where s is greater than a. അങ്ങനെ നമുക്കിത് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കാം. കോസ് എച്ച് എ ടി, അതായത് എൽ ഓഫ് കോസ് എച്ച് എ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എൽ ഓഫ് സൈൻ എച്ച് എ ടി എന്താണ്? എ ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. കോസ് എച്ച് എ ടി ഇസ് എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇതിനൊരു ഫോർമുല വരുന്നുണ്ട്. ദ ഫോർമുല ഇസ് എൽ ഓഫ് കോസ് എച്ച് എ ടി. അതും ഹൈപ്പർബോളിക് ഫങ്ഷൻ ആണ്. സോ എൽ ഓഫ് കോസ് HAT is equal to the formula e raised to AT plus e raised to minus AT divided by 2. അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. L of cos HAT is equal to L of e raised to AT plus e raised to minus AT divided by 2. Now 1/2 take outside, constant 1/2 into Laplace transform of e raised to AT plus e raised to minus AT. So that now split the terms. നമുക്ക് ഇതിനെ split ചെയ്യാം. That is equal to 1/2 into the Laplace transform of e raised to AT plus Laplace transform of e raised to minus AT. That is equal to 1/2 into ഇതിൻ്റെ ആൻസർ എന്താണ്? 1/s minus a plus 1/s plus a. That is equal to 1/2 into cross multiply ചെയ്യുമ്പോൾ s plus a plus s minus a divided by s minus a into s plus a. That is equal to ഇവിടെ പ്ലസ് എ മൈനസ് എ ക്യാൻസൽ ആവുന്നുണ്ട്. 1/2 into 2s divided by s square minus a square. 2 ക്യാൻസൽ ആവുന്നുണ്ട്. That is equal to s by s square minus a square. So therefore L of cos HAT is equal to s by s square minus a square where s greater than a. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ നോക്കി. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? വൺസ് അഗെയിൻ ഐ റീകോൾ ദറ്റ് പ്രോപ്പർട്ടീസ്. എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1/s ആണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഈസ് 1/s മൈനസ് എ. എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി ഈസ് 1/s പ്ലസ് എ ആൻഡ് എൽ ഓഫ് ടി ഈസ് 1/s സ്ക്വയർ. L of t raised to n equal to n factorial by s raised to n plus 1. Similarly, L of sin AT is a by s square plus a square. L of cos AT is s by s square plus a square. ഇനി വരുന്നത് cos h sin h. അപ്പോൾ sin h AT is sin h ആകുമ്പോൾ നെഗറ്റീവ് ആണ് ഡിനോമിനേറ്റർ. a by s square minus a square and also L of cos h AT is s by s square minus a square. So these are the sum of the elementary functions. ഈ ഫങ്ഷൻസ് എല്ലാം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. So let us do problems based on this formulas in the next video. So hope you could have understood this introduction part. If you have any doubts, please give me a message. Thank you.